പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദപരമാതാവേ, നിരാശയുടെയും കഷ്ടപ്പാടുകളുടെയും ഈ നിമിഷത്തിൽ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും തേടി ഞാനിതാ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നു. ദൈവമാതാവേ, ഞങ്ങളുടെ നിലവിളികളും അപേക്ഷകളും കേൾക്കുവാൻ അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതവും ആവശ്യമാണ്. അമ്മ ശക്തിയും കാരുണ്യാവതിയുമാണെന്ന് ഞങ്ങൾക്കറിയാം. അമ്മ ഞങ്ങളെ സഹായിക്കുമെന്നും കൈവിടുകയില്ലെന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ആവശ്യങ്ങളും ആശങ്കകളും അമ്മയുടെ സന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയുടെ പുത്രനായ ഈശോയുടെ മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ അനന്തമായ സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും ഞങ്ങൾക്ക് ആവശ്യമായ രക്ഷയും അത്ഭുതവും കൃപകളും ആന്തരിക സൗഖ്യവും നൽകട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പാതകളിൽ അവിടുന്ന് പ്രകാശമായിരിക്കണമേ. ഞങ്ങൾക്ക് പ്രതികൂലമായി സംഭവിക്കുവാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയുമെല്ലാം അവിടുന്ന് സംരക്ഷിക്കണമേ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വേദനിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അമ്മയുടെ ദൈവിക ശക്തി ഈ നിമിഷം പ്രകടമാക്കണമേ എന്ന് അമ്മയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് തന്നെ താഴ്മയോടെ ഞങ്ങളെല്ലാവരും അപേക്ഷിക്കുന്നു. പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഈ നിമിഷം അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ അത്ഭുതകരം അവർക്ക് നേരെ നീട്ടണമേ. അവരെ അനുഗ്രഹിക്കണമേ. പഠിച്ചതെല്ലാം ഓർത്തെടുക്കുവാനും നന്നായി പരീക്ഷ എഴുതുവാനും ഉന്നത വിജയം കരസ്ഥമാക്കുവാനും അമ്മ അവരെ സഹായിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ ശക്തമായ സംരക്ഷണം ഞങ്ങളിലും ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരാശിയെയും ആലിംഗനം ചെയ്യണമേ. ഞങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾക്കും ഹൃദയവേദനകൾക്കും ആത്മാവിൻ്റെ മുറിവുകൾക്കും സൗഖ്യം നൽകിക്കൊണ്ട് അമ്മയുടെ ശക്തമായ സംരക്ഷണം ഞങ്ങളുടെ മേൽ വലയം ചെയ്യണമേ. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ ദൗത്യത്തിൻ്റെ മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അമ്മയ്ക്ക് നന്ദിയും സ്തുതിയും ഈ നിമിഷം അർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ ഇപ്പോൾ അലട്ടുന്ന രോഗങ്ങൾ, കടബാധ്യതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, ജീവിത തകർച്ചകൾ, സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥകൾ, കയറിക്കിടക്കുവാനൊരു ഭവനമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആകുലതകളെ അവിടുന്ന് എടുത്തുമാറ്റി ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. മനുഷ്യന് അസാധ്യമായത് ചെയ്യുവാൻ കഴിവുള്ള കർത്താവായ ഈശോ വഴി ഞങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. തകർച്ചയിലായിരിക്കുന്ന ഞങ്ങളെ നിൻ്റെ പരിശുദ്ധമായ കരങ്ങളാൽ ഉയർത്തണമേ. നിന്നെ ആശ്രയിക്കുന്ന ഞങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്ന ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസത്തെ അവിടുന്ന് ഉറപ്പിക്കണമേ. നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രതീക്ഷകളോടെ കർത്താവെ, അങ്ങേ ഞങ്ങൾ കാത്തിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കർത്താവായ ഈശോയോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്കായി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ. നാളിതുവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിട്ടുള്ള എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും കർത്താവായ ഈശോയോടും അമ്മയോടും ഞങ്ങൾ നന്ദി പറയുന്നു. നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയൂസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.